ഹായ്, നമ്മൾ ലളിതകലാ അക്കാദമി ഹാളിലാണുള്ളത് കോഴിക്കോട്. ഇവിടെ ഇപ്പോൾ 2 എക്സിബിഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് രതീഷ് കാസർകോട്ട് നിന്ന് വന്ന രതീഷിൻ്റെ എക്സിബിഷനും, പിന്നെ തിരുവനന്തപുരം വർക്കല നിന്ന് വന്ന ഷാജുട്ടി എന്ന് പറയുന്ന കലാകാരൻ്റെ എക്സിബിഷനുമാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഷാജു ടി എന്ന് പറയുന്ന കലാകാരൻ. അദ്ദേഹം വർക്കലയിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ രചനകളാണ് ഈ ചിത്രങ്ങൾ. അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ജയബാല പണിക്കരുടെ ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ചിത്രങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും തീമുകൾക്ക് റിലേഷനുണ്ട്. ഇമേജിന് വ്യത്യാസങ്ങളുള്ളപ്പോൾ തന്നെ ഒരു കോമൺ തീമിന് ബേസ് ചെയ്തിട്ടാണ് ഒരു ഒരു ലക്ഷൂറിയസ് ഫീലിംഗ് ആണ് ഈ ഇമേജ് തരുന്നത്. റിച്ച് ഇമേജ് എന്നൊക്കെ പറയാം. ഓവറോൾ ഗോൾഡൻ ഹ്യൂ ആ ഇമേജിലൊക്കെ കാണാം. ഒരു മോഡേൺ വർക്കാണ്. വാട്ടർ ലില്ലി ആമ്പലാണ് എല്ലാത്തിലും കാണുന്ന ഒരു ഘടകം. പിന്നെ സം ഇംഗ്ലീഷ് ലെറ്റേഴ്സ്, പിന്നെ സം കാലിഗ്രാഫിക് റൈറ്റിംഗ്, ഇതൊക്കെ ഓരോ ഇമേജിനും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലെറ്റർ M കാണുന്നു. പിന്നെ സെവറൽ റെക്റ്റാങ്കിൾ റീജിയൻസ് ഓഫ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. ആമ്പലുകൾക്ക് തന്നെ ഹ്യൂ വേരിയേഷൻ ഉണ്ട്. നാല് ഇമേജുകൾ ഒരേ ഫ്രെയിമിൽ കൊള്ളിച്ചിരിക്കുകയാണ്. ഇതിലൊക്കെ തന്നെ പല ഡിസൈൻസും ഉണ്ട്. ലെറ്റർ N ആണ്. Here there's a face of a lady. കാലിഗ്രഫി നോക്കൂ. സാറ് ഈ ഇദ്ദേഹമാണ്. സാറ് വർക്കലയിൽ നിന്നാണ്. ഷാജുട്ടി എന്നാണ് പേര്. സാറ് ഇപ്പോൾ മറ്റ് മേഖലകളിൽ കൂടി വർക്ക് ചെയ്യുന്നുണ്ടോ? അതായത് മറ്റെന്തെങ്കിലും പ്രൊഫഷണൽ ഉണ്ടോ? ലേ ഔട്ടാണ്. ലേ ഔട്ട് ആർട്ടിസ്റ്റായിരുന്നു. വിദേശത്തായിരുന്നു കുറേ കാലം അല്ലേ? ആണല്ലേ? ഇപ്പം ലീവിൽ വന്നതാണല്ലേ? ഓക്കെ ഓക്കെ. കേരളത്തിലെ മുമ്പും എക്സിബിഷൻ നടത്തിയിട്ടുണ്ടോ? അത് ശരി. ഓക്കെ ഓക്കെ. കോഴിക്കോട് ആദ്യമാണോ? കോഴിക്കോട് ഇത് രണ്ടാമത് തവണയാണ്. മുമ്പ് എപ്പോഴാണ് ചെയ്തത്? മുമ്പ്
എന്തായാലും ഞാനത് മിസ്സായിട്ടുണ്ട്. എനിക്ക് ഈ ഇമേജ്, ഈ സ്റ്റൈലിലുള്ള ഇമേജ് കണ്ടാൽ ഞാൻ അതിൻ്റെ മറക്കില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആ, ഇതിപ്പോൾ നാളെ കൂടിയേ ഉള്ളൂ. നാളെ എന്നാൽ അത് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഓ യാ, ജഹാംഗീർ ആർട്ട് ഗാലറിയിൽ കാണിച്ചു മുംബൈയിൽ. ഓക്കെ ഓക്കെ. സാറ് സെയിലും ചെയ്യാറില്ലേ? ഇമേജ് സെയിൽ ചെയ്യാറില്ലേ? ഓക്കെ ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല പലർക്കും ഇപ്പോൾ വേറെ കലയെക്കുറിച്ച് ഒന്നും അറിയാത്തവർ പോലും നല്ലൊരു അലങ്കാരം, ഇത് വല്ലാത്തൊരു ലക്ഷറി ഫീലിംഗ് ഈ എല്ലാ ഇമേജസിനും ഉണ്ട്. ഈ സീരീസിന് സാറ് ചെയ്യുന്ന എല്ലാം ഇതാവണമെന്നില്ല, പക്ഷേ ഈ സീരീസിന് ഭയങ്കര ഒരു ലക്ഷൂറിയസ് ഒരു ഫീലുണ്ട്. ആ ഗോൾഡൻ ഹ്യൂ ആണ് അതിനുള്ള പ്രധാന കാരണം. ഈ ഗോൾഡൻ ഹ്യൂ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് സർ? ഇതിപ്പം പ്രധാനമായത് ഇറ്റലിയുടെ ഒരു മെറ്റീരിയൽ. എന്തോ? ഇറ്റലിന്റെ ആ, ഇറ്റലി. ഓ ഐ എം സോറി. രാജ്യത്തിന്റെ ഒരു മെറ്റീരിയലാണ്. ഓക്കെ ഓക്കെ. ഇതൊരു അത് ഇവിടെ അവൈലബിൾ ആണോ അല്ല സാറ് വരുത്തിയതാണോ? ഓക്കെ 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 ഓക്കെ. അത് ആ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കി പ്രതലം സജ്ജമാക്കിയതിന് ശേഷമാണ് അത് നോർമൽ, അത് ബേസിക് ഇതെന്താ, ബോർഡാണോ ക്ലോത്ത് ആണോ എന്തായിരുന്നു? അതിന്റെ മുകളിലാണല്ലോ ഇത് അപ്ലൈ ചെയ്യുന്നത്? ക്ലോത്ത് ആണ് അല്ലേ? ഓക്കെ 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 ഓക്കെ. സാറിന് ഇത് കഴിഞ്ഞിട്ട് ഉടനെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോ പോകുന്നതിന് മുമ്പ് എക്സിബിഷൻസ് ഉണ്ടോ? സാറ് ഉടനെ പോകുന്നുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ. സാറ് ഇത് അക്കാഡമി സ്പോൺസർ ചെയ്തതാണോ? സ്വന്തം തന്നെ അല്ലേ? ശരിക്കും പറഞ്ഞാൽ സ്പോൺസർ ചെയ്യാനുള്ള എല്ലാ സ്കോപ്പും ഇതിൽ കാണുന്നുണ്ടല്ലോ. ഞാൻ അതൊന്ന് റൗണ്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇതിലും ഹ്യൂമൻ ഫിഗേഴ്സ് ഉണ്ട്, ഫേസസ് ഉണ്ട്. ലെറ്റർ ടി. പലപ്പോഴും നമ്മൾ വെഞ്ചർ ചെയ്യാത്ത എത്ര തരം ആർട്ട്, ചിത്രകലയിൽ തന്നെ എത്ര തീമുകളാണ്, എത്ര സബ്ജക്റ്റുകളാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരം എക്സിബിഷൻസ് വന്ന് കാണുമ്പോഴാണ്. അപ്പോൾ തീമൊന്നും തീർന്നു പോകുന്നുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇൻഫിനൈറ്റാണ്. പുതിയ പുതിയ തീമുകൾ ഓരോന്ന് കാണുമ്പോൾ ഇങ്ങനെയും ആകാമല്ലോ എന്ന് നമുക്ക് തോന്നും. ശരിക്കും പറഞ്ഞ ഒരു 3D വർക്ക് മാതിരിയാണ് നമുക്ക് തോന്നുക. മുകൾ ഭാഗത്ത് കാണുന്ന ആർട്ട് വർക്ക്. അപ്പോൾ സാറിന് നാളെയും കൂടി ഉണ്ട് അല്ലേ? നാളെയും കൂടി ഉണ്ട്. അപ്പോൾ നാളെ ഇപ്പോൾ കണ്ടവരൊക്കെ ഇന്ന് തന്നെ വന്ന് കണ്ടിരിക്കണം അല്ലേ? അല്ലെങ്കിൽ നഷ്ടമാവും അവരെ സംബന്ധിച്ചിട്ട്. അപ്പോൾ സാർ ഓൾ ദ ബെസ്റ്റ്. ഇനിയും നമുക്ക് കാണാം. ശരി, ഇനിയും വരൂ ഈ വഴി. ഓക്കെ.